അവൾക്ക് എന്താ പറ്റിയത്? അവളിവിടെ ഇല്ല. അവളെ ഞങ്ങൾ ആരും ഒന്നും ചെയ്തിട്ടുമില്ല. വന്ന് കയറിയതുപോലെ നിങ്ങളുടെ മകള് തിരിച്ചങ്ങോട്ട് പോയി. അവള് നിങ്ങളുടെ വീട്ടിലെത്തിയിട്ടില്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കാണും. ഈ നഗരത്തിൽ തന്നെ ഇതിനേക്കാൾ സമ്പന്നരായ ആളുകളുണ്ടല്ലോ. അവിടെ ചെന്ന് കയറാനുള്ള മിടുക്ക് നിങ്ങളുടെ മകൾക്കുണ്ടല്ലോ. അരുതാത്തത് പറയില്ലേ സാറേ. ഇത് കേട്ടോ സാറേ, എന്റെ മോളെ കാണാതായിട്ട് 2 ദിവസം ആയില്ലേ? എന്നിട്ട് എല്ലാരും കൂടി അതെന്നോട് മൂടി വെച്ചില്ലേ? മൂടി വെച്ചൊന്നല്ലടോ, പറയാൻ മാത്രം പ്രാധാന്യം ഇല്ലാത്തോണ്ട് പറയാതിരുന്നതാ. പത്മ, അയാളുടെ മകളെയാ ചോദിക്കുന്നത്. പോയി തിരയട്ടെ, അല്ലെങ്കിൽ പോയി കേസ് കൊടുക്കട്ടെ. ഇക്കാര്യത്തിൽ അങ്ങനെയൊക്കെ നടക്കും. സാറേ, എന്റെ മോള് കരുതിക്കൂട്ടി ഈ വീടിന്റെ അകത്തേക്ക് കയറിയതല്ല സാറേ. സാറിന്റെ മോൻ എന്റെ മോളുടെ കഴുത്തിൽ താലി കെട്ടിയത്. അത് വലിച്ചു പൊട്ടിച്ച് എന്റെ കുഞ്ഞിറങ്ങാൻ തുടങ്ങിയപ്പോ തടഞ്ഞു നിർത്തിയത് സാറാ. എനിക്ക് എന്റെ മോളെ വേണം സാറേ. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ച ഞങ്ങള് കുടുംബത്തോടെ ചത്തുകളയി സാറേ. എന്തെങ്കിലും ഒന്ന് പറ സാറേ. സുദേവ, നന്ദിനിയെ കാണാതായി എന്നുള്ളത് സത്യമാണ്. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് അന്വേഷിക്കാവുന്ന സ്ഥലത്തൊക്കെ ഞാൻ അന്വേഷിച്ചു, പക്ഷെ കണ്ടെത്തിയില്ല. പോലീസിൽ പറയാവുന്ന തീരുമാനം. താൻ വാ, ഇനി മാനക്കേടൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല. നമുക്ക് സ്റ്റേഷനിലേക്ക് പോവാം. വേണ്ട, ഇയാൾക്ക് പരാതി ഉണ്ടെങ്കിൽ ഇയാൾ പൊയ്ക്കോട്ടെ. ഈ കുടുംബത്തിൽ നിന്ന് ആരും അതിന് മെനക്കെടണ്ട. തെങ്ങിൻ തോപ്പി ഇന്ന് തന്റെ കുടുംബത്തിന് പടിയിറക്കിയപ്പോ ഈ കുടുംബമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം ഞാൻ അവസാനിപ്പിച്ചതാ. അതോടെ അത് പൂർണ്ണമായി. ഇനി താനോ തന്റെ കുടുംബത്തിലെ ഏതെങ്കിലും ഒരെണ്ണോ ആ ഗേറ്റ് കടന്ന് ഇങ്ങോട്ട് വരാൻ പാടില്ല. പൊയ്ക്കോ, പോകാൻ. കാരണം ഒരു കൊള്ളാലോ, പോലീസ് പറഞ്ഞിട്ടാ ഇങ്ങോട്ട് വന്നിരിക്കുന്നേ. എന്താ സർ? ഇവിടെ ഒരു പെൺകുട്ടിയെ കാണാതായിട്ടുണ്ടോ? ഇല്ല സർ. ഉണ്ട് സർ, എന്റെ മോളെ കാണാതായ. ഒരു പെണ്ണ് ഇവിടെ ജോലിക്ക് നിന്നിരുന്നു. 2 ദിവസം മുമ്പ് അവള് ജോലി മതിയാക്കി പോയി. അത് എങ്ങോട്ടാ എവിടേക്കാന്നൊന്നും ഞങ്ങളോട് പറഞ്ഞില്ല. ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. വേലക്കാരി അല്ലെന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. കാണാതായ പെൺകുട്ടി നിങ്ങളുടെ ആരാ? എന്റെ മരുമകളാ സർ. അതെന്റെ മകൻ കാണിച്ചൊരു അബദ്ധ. അവന്റെ വിവാഹ മണ്ഡപത്തിൽ വെച്ച് അവൻ താലി നീട്ടിയപ്പോ അറിയാതെ അവളുടെ കഴുത്തിൽ പെട്ടുപോയി. അത്രേ ഉള്ളൂ. താലി നീട്ടിയപ്പോ അറിയാതെ പെട്ടുപോയെന്നോ? ഇതെന്താ മേഡം, അമർചിത്ര കഥയോ? നടന്ന സംഭവം ഞാൻ പറഞ്ഞോട്ടെ. നിങ്ങളുടെ മകൻ ഇയാളുടെ മകളെ താലി കെട്ടി. അത് നിങ്ങൾക്ക് ഇഷ്ടമില്ലായിരുന്നു. അത് നിങ്ങൾ അംഗീകരിച്ചുമില്ല. അന്നു മുതൽ കാണാതാകുന്ന നിമിഷം വരെ നിങ്ങൾ ആ പെൺകുട്ടിയെ ശരിക്കും ദ്രോഹിച്ചു. ഗാർഹിക പീഡനത്തിന് ഇരയാക്കി. ഒടുവിൽ എന്ത് ചെയ്തു? കൊന്നുകളഞ്ഞു. സാറിനെ ആരെ ഇങ്ങോട്ട് അയച്ചേ? ഇത്രയും കൃത്യമായിട്ട് എന്റെ കുടുംബവിശേഷം വളമ്പണമെങ്കിൽ അതിനുള്ള പിൻബലം ഉണ്ടാവണല്ലോ. DYSP മുരുകേഷ് സാറാണോ? അദ്ദേഹമാണെങ്കിൽ എൻ്റെ കോണ്ടാക്ട് ലിസ്റ്റിലുണ്ട്. അതോ SP ജയദീപോ? ഞങ്ങൾ ഫാമിലി ഫ്രണ്ട്സാ. ഇനിയിപ്പോ DIG ആണോ? വേണമെങ്കിൽ ഞാൻ വിളിക്കാം. ജസ്റ്റ് കോൾ.
അല്ല, ഞാൻ ഈ പറഞ്ഞവർക്കൊക്കെ പത്മ അറിയാം, പത്മയുടെ വലിപ്പം അറിയാം. അല്ല, ഇതിപ്പോ ആരെ വിളിച്ചാലാ സാറൊന്ന് അടങ്ങുക. എനിക്ക് മുകളിലുള്ള 3-4 ഉദ്യോഗസ്ഥരെ നിങ്ങൾക്ക് പരിചയമുണ്ടാവും. അതിന്റെ അർത്ഥം പോലീസ് ഡിപ്പാർട്ട്മെന്റ് നിങ്ങളെ ഭരിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടെന്നല്ല. ഇഷ്യൂ സാർ. നിർത്തിക്കോ. ഇവിടത്തെ വിഷയം നിങ്ങൾ ആര് എന്നതല്ല, ഒരു പെൺകുട്ടിയെ കാണാനില്ല എന്നതാണ്. മകളെ കാണാനില്ല എന്ന കാര്യം ഇവിടുന്ന് നിങ്ങളെ ആരെങ്കിലും വിളിച്ചു പറഞ്ഞോ? ഇല്ല സാറേ. പിന്നെ നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? എന്നെ ഇന്നലെ രാത്രി ഒരാൾ വിളിച്ചു പറഞ്ഞതാ സാറേ. അയാൾ ഇവിടെ അയൽപക്കത്ത് എവിടെയോ ഉള്ളതാ. രാത്രി ഞാൻ പുറപ്പെട്ടിട്ട് ഇപ്പോഴാ ഇവിടെ എത്തിയത്. പരാതി വന്ന വഴി മനസ്സിലായല്ലോ. ഉത്തരവാദിത്തമുള്ള അയൽപക്കക്കാര്. സോ എനിക്ക് ഈ കാര്യത്തെ നടപടി എടുത്തേ പറ്റൂ. പെൺകുട്ടിയെ നിങ്ങൾ എന്തോ ചെയ്തിട്ടുണ്ട്. അവൾക്ക് ജീവൻ ആപത്തൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തുറന്നു പറയാം. ആ പെൺകുട്ടിയെ നമുക്ക് രക്ഷപ്പെടുത്താം. അയ്യോ, ഞങ്ങൾ ആരും ഒന്നും ചെയ്തിട്ടില്ല സർ. ഇനി നിങ്ങൾക്കുള്ള നടപടി എന്താന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തു. അത് എങ്ങനെ പ്രതിരോധിക്കണമെന്നൊക്കെ എനിക്കറിയാം. വീടൊന്ന് സെർച്ച് ചെയ്യ്. ഓക്കെ സർ. എന്തിനാ? അല്ല, എന്റെ വീടെന്തിനാ സെർച്ച് ചെയ്യുന്നത്? സെർച്ച് ചെയ്യാനുള്ള ഉത്തരവുണ്ടോ? അല്ല, പറയ്, നിയമപരമായ എന്തെങ്കിലും ഉത്തരവുണ്ടോ നിങ്ങളുടെ കയ്യിൽ? തടസ്സം നിൽക്കുന്നത് കണ്ട ആ പെൺകുട്ടി ഇതിനകത്ത് തന്നെ ഉണ്ടെന്ന് തോന്നുമല്ലോ മാഡം. കൂടുതൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കല്ലേ മാഡം. നിയമവാഴ്ചയ്ക്ക് തടസ്സമുണ്ടാക്കിയാൽ അതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുക്കണം. കേറി നോക്കണ ഭാഗത്ത്. അതെ സർ. എന്തിനാ പത്മ? അവര് തിരയട്ടെ. സാറേ, എന്റെ മോളെ എനിക്ക് കാണാൻ പറ്റില്ലേ സാറേ? അവൾക്കൊന്നും സംഭവിക്കില്ലടോ. നമുക്ക് കണ്ടുപിടിക്കാം.